ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. നമുക്കൊരു പുതിയൊരു മസാല നമുക്ക് വിഷിലേക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് സിലോപ്പിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ നല്ലപോലെ വൃത്തിയാക്കി വരയൊക്കെ ഇട്ടേച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്കുള്ള മസാല നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അടുത്തത് വേണ്ടത്. പിന്നെ ഒരു ഫുൾ സൈസ് ലെമണ് നമുക്ക് മുഴുവനായിട്ട് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നമ്മളത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്പെഷ്യലായിട്ടുള്ള സംഭവമാണ് അരിമുളക്, അതുപോലെ മല്ലി ലീഫ്, പിന്നെ കറിവേപ്പില എന്നിവ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. അതാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് അരിമുളകിൻ്റെ മിക്സും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമ്മളിത് മിക്സാക്കി എടുക്കണം. നമ്മളിത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഫിഷിൽ വരട്ടാനൊരു കട്ടിപ്പരുവാണ്. അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗറും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്കൊരു ലൂസ് പരുവത്തിൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഫിഷിൽ തേച്ച് കൊടുക്കാനൊരു എല്ലാ ഭാഗത്തേക്കും എത്താനും ഒക്കെ ഒന്ന് സഹായിക്കുക. നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ 2 വശത്തും പിന്നെ ആ വരയിട്ട ഭാഗത്തിൻ്റെ ഉള്ളിലും അങ്ങനെ ഒക്കെ ആയിട്ട് നമുക്ക് ഫുള്ള് ഫിഷിനെ മസാലയിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മളൊരു സൈഡ് നല്ലതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും കൂടി അതുപോലെ ചെയ്തെടുക്കാം. ഈ മസാല അടിപൊളിയാണ്. ഇത് നമ്മൾ ട്രൈ ചെയ്തതാണ് മുന്നേ. അപ്പോൾ ടേസ്റ്റ് കൊണ്ട് വീണ്ടും ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളങ്ങനെ എല്ലാ ഭാഗത്തും മസാല ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി മസാലയിലേക്ക് നമ്മൾ മറ്റേ ഫിഷൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുകയാണ്. ഒരു ഫിഷ് മാത്രം പോരല്ല, നമുക്ക് എല്ലാ ഫിഷും വേണം. അപ്പോൾ അതും അങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫിഷിനെ നേരെ കൊണ്ടുപോയി പൊരിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ പൊരിക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ അതൊരു നല്ല ടേസ്റ്റ് കൂടും മീനിന്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ അങ്ങനെ 2 സൈഡും അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലതുപോലെ വേവിച്ച് മുരിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാനും നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻറ്റിലൊന്ന് നല്ലതാണെങ്കിൽ നല്ലതെന്നൊന്ന് പറയാം. അപ്പോൾ ഇനിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.